ഹലോ, പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ? ഇത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞ ആരാണെന്ന് പറയൂ. എന്റെ ശബ്ദം കേട്ടിട്ടും മനസ്സിലായില്ലേ? മിസ്റ്റർ, ഞാൻ ഇവിടെ ഒരുപാട് തിരക്കിലാണ്. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാനാണ് രാമൻ മുതലാളി. ഓഹോ, ഇങ്ങനെ മുതലാളിയായി തന്നെയാണോ ജനിച്ചു വീണത്? അല്ല, എല്ലാരും എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കുറച്ച് മണല് വേണം. വൈകരുത്. ഇല്ല സാർ, വൈകില്ല. ഞാനിവിടെ വാരി വെച്ചിട്ടുണ്ട്. കയ്യും കഴുകി ഇങ്ങ് വന്നാ മതി. ഇവിടെ വന്ന് ഉരുട്ടി വിഴുങ്ങാം. തല പൊളിഞ്ഞു പോകുന്ന തെറി. പുതിയ ആളാ, എന്നാലും ഞാനൊരു മുതലാളിയാണെന്ന കാര്യമെങ്കിലും അയാൾ ഓർക്കണ്ട. വൃത്തികെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാര്. എന്താ ഇവന്റെ ഒക്കെ വിചാരം? എന്താ മുതലാളി പ്രശ്നം? ആരെ വിചാരത്തിന്റെ കാര്യങ്ങൾ പറയണേ? അല്ല, നമ്മുടെ പുതിയ പഞ്ചായത്ത് സെക്രട്ടറിയാ. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാന്നാ അവന്റെ വിചാരം. എന്താ ഉണ്ടായത്? മകളെ വീടിന്റെ പണി നടക്കുകയാണല്ലോ. മണല് കിട്ടാൻ ഒരു കഷണം കടലാസ് കിട്ടുമെന്ന് ചോദിച്ചപ്പോ പറ്റൂലെന്ന്. അതെന്താ, നമ്മൾ ഈ പഞ്ചായത്തുകാരനല്ലേ? ഈ കടലാസ് എന്ന് ഉദ്ദേശിച്ചത് മണൽ പാസ് അല്ലേ? അതെ. അത് 1-2 വട്ടങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് എന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാണല്ലോ. എന്നാലും നിയമപ്രകാരമുള്ളത് നമുക്ക് കിട്ടണ്ടേ? നിങ്ങക്ക് മണല് തന്ന രേഖ അവിടെ ഉണ്ടാവും. അതുമല്ല, നിങ്ങക്ക് തോന്നുമ്പോ മണല് തരാം അയാൾക്ക് പറ്റുമോ? ഇതിനൊക്കെ വകുപ്പില്ലേന്ന്? അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അയാൾക്ക് അയാളെ ജോലി ചെയ്യണ്ടേ? ജോലി? എന്ത് ജോലി? സർക്കാർ ഉദ്യോഗസ്ഥന്മാരാരാ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നത്? ഒപ്പിടുക, ശമ്പളം വാങ്ങുക, ഒപ്പിടുക, ശമ്പളം വാങ്ങുക. ഇതാണല്ലോ സർക്കാർ ജോലി. അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് മുതലാളി. വലിയൊരു ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യണത്. നമ്മൾ ഇനി അതും ഇതും പറഞ്ഞ് വിഷയം മാറണ്ട. നീ പോയ കാര്യം എന്തായി? മകൾക്ക് പറ്റിയ 1-2 പയ്യന്മാരുണ്ട്. ഒന്നൊരു ഗൾഫുകാരനാണ്, നല്ല ചുള്ളൻ ചെക്കൻ. 1-ാം നമ്പർ തറവാട്ടുകാര്. നടന്ന് കിട്ടിയാ രക്ഷപ്പെട്ട്. നടന്ന് കിട്ടി രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താ മോശക്കാരാ? കുലവും ജാതിയും വെച്ച് നോക്കിയാ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കൊമ്പന്മാര് ഞങ്ങൾ തന്നെയാ. വേറെ ആരുമില്ലെങ്കിൽ എന്താ? അതെ, വളരെ ശരിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ബന്ധം കൊണ്ടുവന്നത്. ഈ പഞ്ചായത്തിലെ കൊമ്പനായ മുതലാളിയും അടുത്ത പഞ്ചായത്തിലെ കൊമ്പനായ ചെക്കനും കൂടി ഒന്നിച്ചാൽ ഈ ബ്ലോക്കിലെ കൊലകൊമ്പന്മാരല്ലേ ഞങ്ങള്. അത് ശരി തന്നെ. എന്നാലും ഈ ഗൾഫിനൊന്നും ഇപ്പോ അത്ര വലിയ മാർക്കറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ജോലിക്കാരൻ തന്നെ വേണം. അതാ ഒരു അന്തസ്. അപ്പൊ ഇത്രയും നേരം നിങ്ങളല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞത്? അതെ, അത് ശരി തന്നെ. എന്നാലും എനിക്ക് എന്റെ മകളുടെ കാര്യം സുരക്ഷിതമാക്കണ്ടേ? അത് കൊള്ളാം. ആനപ്പുറത്ത് കയറുകയും വേണം, അങ്ങാടി കൂടി പോവുകയും വേണം, ആതൊട്ട് കാണുകയും ചെയ്യരുത് അല്ലേ? ഇങ്ങനത്തെ എരപ്പ സ്വഭാവമായിട്ട് നടന്നാല് മുതലാളി നിങ്ങളൊന്നൊരു കാലത്തും നന്നാവൂല. എടാ ഓടാ മുതലാളി.